ഈശോയിൽ സ്നേഹം നിറഞ്ഞ ദൈവവചനം ശ്രവിക്കുന്ന ദൈവത്തോടു കൂടിയായിരിക്കുന്ന എല്ലാ പ്രിയ മക്കൾക്കും കർത്താവിൻ്റെ അനുഗ്രഹം ഇന്ന് ലഭിക്കുവാൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ഇന്ന് നമ്മൾ ശ്രവിക്കുന്ന തിരുവചന ഭാഗം ലൂക്ക എഴുതിയ സുവിശേഷം 10-ാം അധ്യായം 38-39 തിരുവചനം. അവർ പോകുന്ന വഴി അവനൊരു ഗ്രാമത്തിൽ പ്രവേശിച്ചു. മർത്ത എന്നു പേരുള്ള ഒരുവൾ അവനെ സ്വഭവനത്തിൽ സ്വീകരിച്ചു. അവൾക്ക് മറിയം എന്നു പേരായ ഒരു സഹോദരി ഉണ്ടായിരുന്നു. അവൾ കർത്താവിൻ്റെ വചനങ്ങൾ കേട്ടുകൊണ്ട് അവൻ്റെ പാദത്തിങ്കൽ ഇരുന്നു. പ്രിയ സഹോദരീ സഹോദരങ്ങളെ, നമ്മളെല്ലാവരും ദൈവത്തെ നമ്മുടെ ഭവനത്തിലേക്ക് സ്വീകരിക്കുന്നുണ്ട്. എല്ലാ ദിവസവും നമ്മുടെ അടുത്തുകൂടെ കടന്നു പോകുന്ന കർത്താവിനെ നമ്മുടെ ഭവനത്തിലേക്ക് നമ്മൾ വിളിച്ചു കയറ്റാറുണ്ട്. എന്നാൽ ആ കർത്താവിനോട് കൂടെ ഇരിക്കുവാൻ നമ്മൾക്ക് സാധിക്കുന്നുണ്ടോ? ആ കർത്താവിൻ്റെ വചനങ്ങൾ കേട്ടുകൊണ്ട് നിങ്ങൾ ദൈവത്തിന് വേണ്ടി സമയം ചെലവാക്കുമ്പോൾ നിങ്ങൾ കർത്താവിൻ്റെ പാദത്തിൻ്റെ അരികിൽ തന്നെ ഇരിക്കുകയാണെന്ന് ഉറച്ചു വിശ്വസിക്കുക. എന്നാൽ മറ്റുള്ളവരാകട്ടെ, അവർ ലോകത്തിൻ്റേതായ പലവിധ ശുശ്രൂഷകളിൽ മുഴുകി, പലവിധ കാര്യങ്ങളിൽ മുഴുകി ലോകത്തോടൊപ്പം സഞ്ചരിക്കുകയും ദൈവത്തിൻ്റെ പാദത്തിൻ്റെ അരികിൽ ഇരിക്കുന്നവരെ കുറ്റപ്പെടുത്തുകയും ചെയ്യുന്ന സാഹചര്യങ്ങളുണ്ട്. എന്നാൽ കർത്താവ് വളരെ വ്യക്തമായിട്ട് പറയുന്നു, ആരാണോ ദൈവവചനം ശ്രവിച്ചുകൊണ്ട് എൻ്റെ പാദത്തിൻ്റെ അരികിൽ ഇരുന്നത്, അവർ നല്ല ഭാഗം തന്നെ തിരഞ്ഞെടുത്തു എന്ന്. ഈശോയിൽ സ്നേഹമുള്ള പ്രിയ സഹോദരങ്ങളെ, നിങ്ങൾ ദൈവവചനം ശ്രവിക്കുമ്പോൾ ഉറപ്പായും നിങ്ങൾ വിശ്വസിക്കുക, ഞാൻ കർത്താവിനോട് ചേർന്നിരുന്ന് കർത്താവിൻ്റെ പാദത്തിൻ്റെ അരികിലാണ് ഞാൻ ഇരിക്കുന്നത്. ഞാൻ ഈ ലോകത്തിലെ ഏറ്റവും നല്ല ഭാഗമാണ് ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്നത്. അതിനാൽ എനിക്ക് യാതൊന്നിനെക്കുറിച്ചും ഭയപ്പെടേണ്ട കാര്യമില്ല. എനിക്ക് എന്തെല്ലാം ലഭിക്കണമോ അതെല്ലാം എൻ്റെ ദൈവം ഇന്ന് എനിക്ക് സാധിച്ചു തരും. ആമേൻ ചൊല്ലി നമുക്ക് ഈ വചനം സ്വീകരിക്കാം. നിങ്ങൾ നല്ല ഭാഗം തിരഞ്ഞെടുക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിലും എല്ലാം നല്ലതായി തന്നെ മാറും. പിതാവായ ദൈവത്തിൻ്റെയും പുത്രനായ ഈശോ മിശിഹായുടെയും പരിശുദ്ധാത്മാവിൻ്റെയും കൃപയും അനുഗ്രഹവും സമാധാനവും കരുണയും ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ. കർത്താവിൻ്റെ പാദത്തിൻ്റെ അരികിൽ ഇരിക്കുവാനുള്ള കൃപ നിങ്ങൾക്ക് ലഭിക്കുന്നതിനെ ഓർത്ത് ദൈവത്തിന് നന്ദി പറയുന്നു. യേശുവിൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ നൽകുന്നു. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.